വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളിവിടെ സംഘടിപ്പിക്കേണ്ടി വരും ഈ ഒരു രീതിയിലാണെങ്കിൽ. കാരണം യാത്രക്കാർക്ക് അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ പുലി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. നജീബ് കാന്തപുരം MLA, പെരിന്തൽമണ്ണ റേഞ്ച് ഓഫീസർ തുടങ്ങിയവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. മണ്ണാർമല പ്രദേശത്ത് പുലിയിറങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കാര്യവട്ടം പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ മാടുഭാഗത്ത് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വീണ്ടും പുലിയിറങ്ങിയ സാഹചര്യത്തിൽ നജീബ് കാന്തപുരം MLA, പെരിന്തൽമണ്ണ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. കടുവയുടെ ആക്രമണത്തെ തുടർന്നുണ്ടായ മരണവും അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാവരും വലിയൊരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ റേഞ്ച് ഓഫീസർ തന്നെയാണ് ആ ഒരു വലിയ ഹണ്ടിന് നേതൃത്വം കൊടുക്കുന്ന ടീമിലുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഘട്ടമായതുകൊണ്ട്, പക്ഷെ ഇന്നത്തെ ഈ ഒരു സാഹചര്യം വീണ്ടും നമ്മള് ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ പലതവണയായിട്ട് പുലിയുടെ പാസേജ് നമ്മള് ക്യാമറയിൽ വന്ന സാഹചര്യത്തിൽ അതിന്റെ അതീവ ഗൗരവാവസ്ഥ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് റേഞ്ച് ഓഫീസർ ഇന്ന് നേരിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും വേഗം നമ്മളിപ്പോ മുള്ളിയാകുറിശ്ശിയിലേക്ക് മാറ്റിയിട്ടുള്ള നമ്മുടെ കൂട് ഇവിടെ പുനഃസ്ഥാപിക്കും. അതുപോലെ തന്നെ ബാക്കി നമുക്ക് എങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എത്രയും വേഗം പുലിയെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാമെന്നല്ലാതെ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു നടപടിയൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണില്ല. അവർക്ക് ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുൻപാണ് ഇപ്പോൾ അവിടെ ഒരു വണ്ടി യാത്രക്കാരൻ്റെ മുന്നിലേക്ക് ഈ പുലി ചാടിയത്. അതിനുശേഷം തൊട്ടിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതാകണം. ഇന്നലെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. CCTVയിൽ റോഡിലേക്ക് ചാടുന്ന രംഗം കണ്ടു. നമുക്കിത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളിവിടെ സംഘടിപ്പിക്കേണ്ടി വരും ഈ ഒരു രീതിയിലാണെങ്കിൽ. കാരണം യാത്രക്കാർക്ക് അത്ര കണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ പുലി പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടനടി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. ഇന്ന് ഇവിടെ കൂട് വെക്കാന്നുള്ളത് റേഞ്ച് ഓഫീസർ, ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൂട് കൊണ്ട് മാത്രം ഒരു നടപടി ആവുന്നില്ല. കാലക്രമേണ ഞങ്ങൾ മുൻപ് ഇതുപോലെ കുറേ കൂടും കാര്യങ്ങളൊക്കെ വെച്ചതാണ്. അതുകൊണ്ട് എന്നാലും കയറുന്നൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള എന്തെങ്കിലും ഒരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് അറിയിക്കാനുള്ളത്. ഇവിടെ പെട്ടെന്നാണ് ഈ ഏരിയ ഈ ഭാഗത്തുനിന്ന് പുലി പെട്ടെന്ന് റോട്ടിലേക്ക് ചാടുകയാണ്. അതാണ് ബൈക്കുകാർക്കും കാറുകാർക്കും ഒക്കെ അപകടം ഉണ്ട്. ഇന്നലത്തെ ക്യാമറയിൽ കണ്ട രീതിയിലാണെങ്കിൽ കാറുമ്മക്ക് വന്ന് അടിച്ചാൽ പോലും കാറ് മറിയാൻ സാധ്യതയില്ല. ആ രീതിയിലുള്ള പോയിസിലാണ് അത് ചാടുന്നത്. ബൈക്കുകാരന് മിഞ്ഞാന്ന് അപകടം ഉണ്ടായിക്കണു. അയാൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇത് നല്ല ഡേഞ്ചറാണ്. ഇപ്പോൾ ഇന്നലെ ക്യാമറയിൽ കണ്ട രീതിയിലാണെന്ന് വെച്ചാൽ പതിക്കെ ഇറങ്ങി വരികയല്ലേ ഇന്ന് റോട്ടുമ്മക്ക് ജമ്പ് ചെയ്യാണ്. അത് നല്ല സ്ട്രോങ്ങിലാണ് ചാടുന്നത്. അപ്പോൾ അത് ബൈക്കുമ്മക്കായാലും ഓട്ടോറിക്ഷമ്മക്കായാലും നല്ല അപകടമാണ് സംഭവിക്കുക. ഇന്നലെ ഇവിടുത്തെ ഓഫീസിലേക്ക് ഞങ്ങൾ രാത്രി തന്നെ ആ സമയത്ത് തന്നെ ഇതിൻ്റെ ക്യാമറയിൽ പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ ഇന്നലെ അവിടേക്ക് പ്രകടനമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് നടപടി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞിരിക്കുകയാണ്. വനം വകുപ്പിന്റെ മെല്ലപ്പോക്ക് അവസാനിപ്പിക്കുക. ഇനിയും നിങ്ങളുടെ രാഷ്ട്രം തുടർന്നാൽ നാട്ടിലെങ്ങനെ ജീവിക്കോ, നാട്ടിലെങ്ങനെ ജീവിക്കോ. മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിങ്ങിന് പോയ ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൾ ഗഫൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം നിലനിൽക്കുമ്പോഴാണ് മണ്ണാർമലയിൽ മാസങ്ങളോളമായി പുലി സ്വൈരവിഹാരം നടത്തുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.